മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുറുവ സംഘം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. എറണാകുളം കുണ്ടന്നൂർ പാലത്തിന് താഴെ നിന്നും ഇന്നലെ പിടിയിലായ സന്തോഷ് കുറുവ സംഘമാണെന്നും ഇയാളാണ് മണ്ണഞ്ചേരിയിലെത്തിയതെന്നും ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു മാധ്യമങ്ങളെ അറിയിച്ചു. പ്രതിയുടെ നെഞ്ചിൽ പച്ചകുത്തിയതാണ് ആളെ തിരിച്ചറിയാൻ നിർണായകമായത്. പാലായിൽ സമാനമായ രീതിയിൽ മോഷണം നടന്നതും അന്വേഷിച്ചു. അങ്ങനെയാണ് സന്തോഷിനെ കസ്റ്റഡിയിലെടുത്തത്. പുലർച്ചെ രഹസ്യമായി തെളിവെടുപ്പ് നടത്തി. മോഷണം നടന്ന വീട്ടിലെ ഇരകൾ രാത്രിയായതിനാൽ മുഖം കണ്ടിരുന്നില്ല. കുറുവ സംഘത്തിൽ 14 പേരാണുള്ളത്. പ്രതിയെ പിടിച്ച കുണ്ടന്നൂരിൽ നിന്നും ചില സ്വർണ്ണ ഉരുപ്പടികൾ കിട്ടി. ഇവ പൂർണ്ണരൂപത്തിലല്ല, കഷ്ണങ്ങളാക്കിയ ആഭരണങ്ങളാണ് ലഭിച്ചത്. സന്തോഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠന്റെ കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. സന്തോഷിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പിടിയിലായ സന്തോഷിന്റെ പേരിൽ ചങ്ങനാശ്ശേരി, പാല, ചിങ്ങവനം സ്റ്റേഷനുകളിലായി 4 കേസുകളുണ്ടെന്നും തമിഴ്നാട്ടിൽ നിന്നാണ് നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് പറയുന്നുണ്ട്. 3 മാസം ജയിലിൽ കിടന്നതാണ്. കഴിഞ്ഞ 3 മാസമായി പാലാ സ്റ്റേഷനിലെത്തി ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നും പോലീസ് വിശദീകരിച്ചു. ആലപ്പുഴ മണ്ണഞ്ചേരിയിലും കോമളപുരത്തും കവർച്ച നടത്തിയതും സന്തോഷ് ശെൽവവും മണികണ്ഠനും അടങ്ങുന്ന സംഘമാണെന്ന് പോലീസ് പറയുന്നു. ഇന്നലെ വൈകിട്ട് കുണ്ടന്നൂർ പാലത്തിനടിയിൽ വെച്ചാണ് തമിഴ്നാട് സ്വദേശികളായ സന്തോഷ് ശെൽവത്തിനെയും മണികണ്ഠനെയും മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയത്. രക്ഷപ്പെട്ട സന്തോഷ് ശെൽവത്തെ 4 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ചതുപ്പിൽ നിന്ന് സാഹസികമായി പോലീസ് പിടികൂടിയത്. കുറേ ദിവസമായി പോലീസിനെ നട്ടം തിരിക്കുകയാണ് ഈ സംഘം. ഒടുവിൽ പോലീസിന്റെ വലയിലുമായി. ആലപ്പുഴ കവർച്ചാ കേസിൽ പിടിയിലായവരുടെ കുടുംബം മണ്ണാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി നിരപരാധികളാണെന്നും പോലീസ് കുടുക്കിയതാണെന്നും ആരോപിച്ചിരുന്നു. കുപ്പി വിൽക്കുന്ന പണം കൊണ്ടാണ് ജീവിക്കുന്നതെന്നും പോലീസ് അകാരണമായി പിടിച്ചുകൊണ്ടു പോയതാണെന്നുമായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങൾ പോലീസ് തള്ളുകയാണ്. ആലപ്പുഴയിൽ വിവിധ പ്രദേശങ്ങളിൽ ഭീതി പടർത്തി വീടുകളിൽ കവർച്ച നടത്തിയ കുറുവ സംഘത്തിൽ ഉൾപ്പെടുന്ന 2 പേരെയാണ് ഇപ്പോൾ വലയിലാക്കിയത്. ഇവർക്കായി നിരീക്ഷണം തുടരുന്നതിനിടെയാണ് ശനിയാഴ്ച പോലീസ് സംഘം സ്ഥലത്തെത്തിയത്. 2 പേരെ അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് കയറ്റുന്നതിനിടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട സംഘം പോലീസിനെ ആക്രമിച്ച് ജീപ്പിന്റെ ഡോർ തുറന്നുകൊടുത്തു. ഉടനെ സന്തോഷ് കൈവിലങ്ങോടെ ചാടി രക്ഷപ്പെടുകയായിരുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.